PM നിയാസ് ഈ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് ഏറ്റവും ശക്തമായ ഒരു വിമർശനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനവുമായി ബന്ധപ്പെട്ട് താങ്കൾ ഉയർത്തിയിരുന്നു. പക്ഷേ താങ്കൾ ഉൾപ്പെടെയുള്ളവർ ഉയർത്തിയ എതിർപ്പ് മറികടന്ന് ആ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ദാ വീണ്ടും വിമർശനം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമാണ്. യുവജന സംഘടനകൾക്ക് MLA-മാർക്കുൾപ്പെടെ അതിൽ പരസ്യമായി നിലപാട് പറയേണ്ടി വരുന്നു. പാർട്ടിയെ തെറ്റുതിരുത്തണമെന്ന് അഭ്യർത്ഥിക്കേണ്ടി വരുന്നു. എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ? നോക്കൂ, കേരളത്തിലെ സർക്കാർ അഭിഭാഷകരുടെ പാനലുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു കാര്യങ്ങൾ പരാതി വന്നിട്ടുള്ളത്. അത് വളരെ ഗൗരവതരമായി KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് അത് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അതിലെന്താണ് സംഭവിച്ചതെന്നത് പൂർണ്ണമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ കേരളത്തിലെ ഒത്തിരി നിയമനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒത്തിരി നിയമനങ്ങൾ വന്നതിൽ വളരെ അപൂർവമായ പരാതികൾ മാത്രമാണ് വന്നിട്ടുള്ളത്. പക്ഷെ അത് ഗൗരവമുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പാർട്ടിയിൽ അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു സംവിധാനം ഒന്നും ഇക്കാര്യത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അതുണ്ടാക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ അത് ഉണ്ടാക്കണമെന്ന് നമ്മൾ തീരുമാനമെടുത്തെങ്കിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പുതിയ KPCC പ്രസിഡന്റ് വന്നതിന് ശേഷമേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായും മുന്നോട്ട് പോവുകയുള്ളൂ. ഇപ്പോൾ വന്നിരിക്കുന്ന പരാതി കുറിച്ച് നമ്മുടെ ബഹുമാനനായ മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇവർ SFIക്കാരിയാണ് എന്ന് പറയുന്നത് ABPക്കാരിയാണ് എന്ന് പറയുന്നവരൊക്കെ നേരത്തെ SFIക്കാരും ABPക്കാരാണെങ്കിലും ഇപ്പോൾ അവർ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായിരുന്നാലും ഇത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെ ഒരു അല്ലെങ്കിൽ UDFൽ അങ്ങനെ ഒരു പാർട്ടി നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകമായ ഒരു സമിതിയോ പ്രത്യേകമായ ഒരു ഉന്നത ഈ ചർച്ചകൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്ന ഒരു സംവിധാനം പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പൂർണ്ണതയിലെത്തുകയും അത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടുകയും അത്തരം പരാതികൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഞാൻ ഉയർത്തിയതും ഇതുമായി ബന്ധപ്പെട്ടതില്ല. ഞാൻ ഉയർത്തിയത് മറ്റൊരു വിഷയമാണ്. ആ വിഷയം ഞാൻ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം SFIക്കാരാണെന്നും പിന്നീട് അദ്ദേഹം സംഘപരിവാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണെന്നുമാണ് ഞാൻ ഉയർത്തിയിരുന്നത്. അതേക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ഞാൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അതേക്കുറിച്ച് എൻ്റെ അന്വേഷണം നടത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും ആ നിയമനവുമായി സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളതാണ് മനസ്സിലാക്കിയുള്ളത്. ഞാൻ ഏതായാലും അത്തരം കാര്യങ്ങൾ ഇനി പരസ്യമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പാർട്ടിയുടെ ഔദ്യോഗിക സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ എൻ്റെ പാർട്ടിയുടെ ഔദ്യോഗിക സംവിധാനത്തിൽ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള പരാതികൾ വരുന്നത് ഒരു 10 വർഷക്കാലം കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന വെള്ളം കോരികളും വിറകുവെട്ടിക്കലുമായി നിന്ന് പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കൂ എന്നുള്ളത് യാഥാർത്ഥ്യം ഞാൻ മറച്ചു വെക്കുന്നില്ല. ശ്രീ PM നിയാസ്, താങ്കൾ ചൂണ്ടിക്കാട്ടിയത് ഇത് സംഘപരിവാർ ആഭിമുഖ്യം പുലർത്തുന്ന വ്യക്തിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി വരുന്ന വ്യക്തി എന്ന കാര്യം താങ്കൾ സൂചിപ്പിച്ചിരുന്നു. നോക്കൂ, ഇവിടെ ഇപ്പോൾ സീനിയർ പ്ലീഡറായി നിയമനം ലഭിക്കുന്ന DS ശരത്ത്, അദ്ദേഹം RSS പ്രവർത്തകനും മുൻ ABVP നേതാവുമാണ് എന്ന ആരോപണമാണ് ഉയരുന്നത്. RSSകാർ പ്രതിയായ കൊലക്കേസുകളിൽ സ്ഥിരമായി പ്രതികൾക്ക് വേണ്ടി ഹാജരാകാറുണ്ട് എന്നതാണ് പറയുന്നത്. അപ്പോൾ താങ്കൾ എങ്ങനെയാണോ ശേഷാദ്രിനാഥനെതിരെ ആരോപണം ഉന്നയിക്കുന്നു, പിന്നീട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അപ്രത്യക്ഷമാകുന്നു എന്ന് താങ്കൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു, അത് നിഗൂഢമാണെന്ന് താങ്കൾ പറയുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കാര്യത്തിലും സംഭവിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുൻകാല ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ അപ്രത്യക്ഷമാകുന്നു എന്ന കാര്യം കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. എല്ലാം ഒരു പാറ്റേൺ ആണ്. അതേക്കുറിച്ച് എനിക്ക് പരിശോധിക്കാതെ പറയാൻ സാധിക്കില്ല. ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് KSU സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഒരു കുറിപ്പാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഔദ്യോഗികമായി അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഞാൻ നടത്തിയിട്ടില്ല. പാർട്ടി അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും ഇത് വളരെ ദൗർഭാഗ്യകരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഞാൻ ആരോപണത്തിൻ്റെ നിജസ്ഥിതികളെക്കുറിച്ച് പൂർണ്ണ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതേക്കുറിച്ച് പറയാത്തത്. ഏതായിരുന്നാലും മുഖ്യമന്ത്രിയുടേതായി വന്ന പ്രസ്താവന യാണ് ഇപ്പം ഞങ്ങൾക്ക് മുമ്പിലുള്ളത്. അത് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം നേരത്തെ വിവിധ പാർട്ടിയാണെങ്കിലും അദ്ദേഹം 2021 ശേഷം അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലും അതുപോലെ ലോയേഴ്സ് കോൺഗ്രസിലും പ്രവർത്തിക്കുന്ന ആളാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് എത്രമാത്രം അദ്ദേഹം പരിശോധിച്ചിട്ടാണ് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കുകൾ
ഞാൻ ഉൾക്കൊള്ളുകയാണ്. അങ്ങനെയല്ലേ എനിക്ക് ഉൾക്കൊള്ളാനല്ലേ എനിക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനൊരു പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പരിമിതികളുണ്ട്. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള നിരന്തരമായ ആരോപണങ്ങൾ വരുന്നത് പാർട്ടി പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുകയും പാർട്ടി പ്രതീക്ഷയോടുകൂടി വന്നിട്ടുള്ള ഈ നിയമനങ്ങൾ അല്ലെങ്കിൽ ഈ നിയമനങ്ങൾ പ്രതീക്ഷയോട് വന്നിട്ടുള്ള ഭരണത്തിൻ്റെ ഒരു ഉത്സവഛായ പാർട്ടി പ്രവർത്തകരുടെ ഒരു മനസ്സുകളിൽ നിന്നും ഇല്ലാതെയായി പോകുമെന്ന് വ്യാകുലപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഏതായിരുന്നാലും താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ളത്. അത് പാർട്ടി തലത്തിൽ ഞാൻ അക്കാര്യം ഉന്നയിക്കുന്നതാണ്. തീർച്ചയായും പാർട്ടി തലത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ഉന്നയിക്കും എന്നതാണ് ശ്രീ PM നിയാസ് ചൂണ്ടിക്കാട്ടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.